നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയ വന്നിട്ട് രാജീവനോട് പറയുന്നുണ്ട്, രാഖിയുമായിട്ടുള്ള ബന്ധം നീ എത്രയും പെട്ടെന്ന് വേർപിരിയണമെന്ന് പറയുന്നു. അത് ചേച്ചി നടക്കത്തില്ല എന്നും എനിക്ക് രാഖിയെ വിശ്വാസമാണെന്നും എനിക്ക് രാഖിയോട് ഒത്തുപോകാനേ പറ്റത്തുള്ളൂ എന്നും പറയാം കേട്ടോ ചെയ്യുന്നത്. എടാ മണ്ട, നീ ഇത്ര വലിയ മരമണ്ടനായി പോയല്ലോ. അവൾ നാടകമാണ് കളിക്കുന്നത്, ആ നാടകത്തെ നീ വീണു പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി, അങ്ങനെ രാഖി നാടകം കളിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയും. നീ വലിയൊരു പൊട്ടനാണ്, അതുകൊണ്ട് ഇത്തിരി സ്നേഹം കാണിച്ചാലുണ്ടല്ലോ നീ അതിൽ മയങ്ങി വീഴുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ നിന്നെ ഇങ്ങനെ വരുതിയിലിരുത്തിയിരിക്കുന്നത് പറയാം കേട്ടോ ചെയ്യുന്നത് ചെയ്യാം. അപ്പോൾ ഉടനെ രാജീവൻ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ജയ പറയുന്നുണ്ട് കേട്ടോ, എന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറ. ഞാൻ നിൻ്റെ സഹോദരി എന്ന നിലയ്ക്ക് എൻ്റെ സംശയങ്ങളാണ് തീർക്കാനായിട്ട് നോക്കുന്നതെന്ന് പറയുന്നു. എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എടാ നീ പറയുന്നുണ്ടല്ലോ ഈ രാഖി നിന്നോട് ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണെന്ന്, നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണെന്ന്, എങ്ങനെയാണ് അവിടെ മനസ്സ് മാറിയത്? ശരി, നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവൾ എപ്പോഴെങ്കിലും നിന്നോട് ഒന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നീയും രാഖിയുമായി ശാരീരികമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന്, അതെല്ലാം അവിടെ തെറ്റിദ്ധാരണയാണ് ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ വന്നോ? അതുമില്ലല്ലോ. പിന്നെ എന്തർത്ഥത്തിലാണ് അവൾ മാറിയെന്ന് നീ വിചാരിക്കുന്നത്? അവൾക്കിതിൻ്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്നേഹ അഭിനയവുമായിട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ മനസ്സ് മാറാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്? അപ്പോൾ പിന്നെ അവൾ എപ്പോഴായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്? ഇതിന് മുമ്പായിരുന്നു, അതിപ്പോഴായിരുന്നു? നിനക്ക് ഇത്രയ്ക്ക് ചിന്തിക്കാനുള്ളൊരു ബോധമില്ലേ? ഞാൻ പറയുന്ന കേട്ട് നീ ഒന്നും ചെയ്യേണ്ട, പക്ഷേ നീ രാഖിയെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ജയ പറഞ്ഞിട്ട് പോവാട്ടോ ചെയ്യുന്നത്. ഇവിടെ രാജേന്ദ്രനാണെങ്കിൽ ജയരാമനോട് വന്ന് പറയുന്നുണ്ട്, രാജീവൻ ഇങ്ങനെ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദോഷമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നു. രാജീവനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കൊട്ടേഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. എടോ നീ എന്താ ഈ പറയുന്നത്? കൊലപാതകമോ? അതൊന്നും വേണ്ടടാ, അതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാലും പോലീസുകാരെങ്ങാനും അറിഞ്ഞാൽ നമ്മൾ അകത്താവില്ലേ എന്ന് പറയാട്ടോ ചെയ്യുന്നത് ജയരാമൻ. ആരും അറിയാൻ പോകുന്നില്ല എന്നും 10 ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ആ കൊലയാളി പുറത്തേക്ക് വരുമെന്നും ആ ഗരുഡൻ എന്നാണ് അയാളുടെ പേരെന്നും അവൻ നല്ല നൈസായിട്ട് കാര്യം തീർത്തോളുമെന്നും ഇതുവരെയും അവൻ ചെയ്ത ഒരു കൊലപാതകത്തിനും ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്നും അതൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്നും പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ചേട്ടൻ ഇനി കാല് വരാതിരുത്താൻ പറ്റുന്നതും എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നും രാജേന്ദ്രൻ ജയരാമനോട് പറയാട്ടോ ചെയ്യുന്നത്. എന്നേക്കുമായിട്ട് നമുക്ക് രാജീവിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും പറയുന്നു. ജയരാമൻ മനസ്സോടെ നിൽക്കുക. ഇനി ഞാൻ വല്ല എതിർത്ത് പറഞ്ഞ് ഇനി എന്നെ ഇവൻ കൊല്ലുമോ എന്നുള്ള പേടിയില്ല കേട്ടോ. പിന്നീട് രാജീവൻ നേരത്തെ ഓഫീസിൽ നിന്ന് എത്തുന്നു. അപ്പോൾ തുളസി ചോദിക്കുന്നുണ്ട്, എന്താ സാറേ നേരത്തെ വന്നതെന്ന് ചോദിക്കുന്നു. എൻ്റെ ഭാര്യയും മക്കളെയും കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ നേരത്തെ വരുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് തുളസി രാജീവനോട് രഹസ്യം പറയാട്ടോ ചെയ്യുന്നത്. രാജീവൻ സാറേ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഞാൻ പറഞ്ഞു ഒന്ന് രാഖി ചേച്ചിയോടും പറയരുതെന്ന് പറഞ്ഞു. എന്താ കാര്യം ചോദിക്കുന്നു. നിങ്ങൾ പോയി കഴിഞ്ഞാൽ രാഖി ചേച്ചിക്ക് ഇവിടെ ഒരു സന്തോഷവുമില്ല. ഇതേ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എപ്പോഴും റൂമിൽ കയറി ഇരിപ്പ് തന്നെയാണ്. എന്തൊക്കെയോ വിഷമിച്ചിരുന്ന് ആലോചിക്കും. മുഖത്തൊരു ചിരിയും വരുത്തിക്കൊണ്ടാണ് എന്നോട് തന്നെ സംസാരിക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു തലകലക്കത്തിന് എന്തൊക്കെയോ ഗുളികകൾ കഴിക്കുന്നുണ്ട്, അതിൻ്റെ ക്ഷീണമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആഹാരം പോലും കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് തുളസി നീ ചോദിച്ചില്ലെന്ന് രാജീവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, പക്ഷെ ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ അറിഞ്ഞ ഭാവം പോലും വേറെ വെച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞെന്ന് സാറ് രാഖി ചേച്ചിയോട് പറയുകയും വേണ്ട, പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് സാറ് കണ്ടെത്തണമെന്ന് തുളസി രാജീവനോട് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാജീവനാണെങ്കിൽ രാഖിയുടെ അടുക്കലേക്ക് പോകുന്നു. അത് രാഖി കാണുന്നില്ല കേട്ടോ രാജീവൻ വന്നതായിട്ട്. ഇവിടെ രാഖിയാണെങ്കിൽ ഷീലയെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഷീല തിരിച്ച് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. 8-10 മിസ് കോൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചതെന്നും ഞങ്ങൾ ഗുരുവായൂരാണെന്നും ഹോട്ടലിൽ ഫോൺ വെച്ചിട്ട് പോയതാണെന്നും അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നു എന്നൊക്കെ ഷീല പറയുന്നു. നീ ആയിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത് ഷീല. അപ്പോൾ ഉടനെ തന്നെ രാഖി ചോദിക്കുന്നത്, നിനക്ക് ശാരികയെ പറ്റി എന്തെങ്കിലും വിവരം അറിയാമോ? നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടിരുന്നു എന്നൊക്കെ അറിഞ്ഞു. അതിന് ശാരിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് രാജീവൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന രാജീവൻ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. എന്തിനാണ് ശാരികയെ വീണ്ടും ലൈഫിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് രാഖിയെന്ന് രാജീവൻ ചിന്തിക്കുന്നു. അപ്പോൾ ഉടനെ ഷീല പറയുന്നുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം കണ്ടിരുന്നു, അവൾ എന്നെ ഒരു പ്രാവശ്യം വിളിക്കുകയും ചെയ്തിരുന്നു, പക്ഷേ എന്തിനാണ് വിളിച്ചതെന്നൊന്നും പറഞ്ഞില്ല. അവിടെ അച്ഛൻ മരിച്ചപ്പോൾ പോലും അവൾ വന്നില്ലല്ലോ, അവളിപ്പോൾ എവിടെയോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഷീല പറയാട്ടോ ചെയ്യുന്നത്. അല്ല, നീ ഒരു കാര്യം ചെയ്യ്, അവളെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് നീ ഒന്ന് വിവരം സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അവൾ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും കണ്ടെത്താം എന്ന് പറഞ്ഞു. അപ്പോൾ രാഖിക്ക് വിഷമാവോട്ടോ. രാഖി പറഞ്ഞേ, അവൾ മരിക്കാനൊന്നും സാധ്യതയില്ല, അങ്ങനെയൊന്നും അവൾക്ക് വരില്ല, അവൾ എവിടെയോ ജീവനോടെ തന്നെ ഇരിപ്പുണ്ട്, നമുക്ക് അവളെ കണ്ടെത്തണം, നീ എന്നെ സഹായിക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രാജീവൻ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അവളെ കണ്ടിട്ട് എനിക്ക്
കുറച്ച് കാര്യങ്ങളുണ്ട്, അവളെ കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യിക്കാനുമുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. അത് കേട്ട് രാജീവൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവാട്ടോ ചെയ്യുന്നത്. എന്തിനായിരിക്കും രാഗി ശാരികയെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നത്? ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ രാജീവൻ ഇരുന്ന് ആലോചിക്കാട്ടോ ചെയ്യുന്നത്. തുളസി പറഞ്ഞ കാര്യങ്ങൾ, രാഗിക്ക് സന്തോഷമൊന്നുമില്ല, നിങ്ങളുള്ളപ്പോൾ മാത്രമേ സന്തോഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ജയ പറഞ്ഞ കാര്യം, അവൾ നാടകമാണ് കളിക്കുന്നത്, നീയൊന്ന് അവളെ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും, അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവൾക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യമുണ്ടെന്ന്. ദൈവം ഇതൊക്കെ ഇനി സത്യമായിരിക്കുമോ, രാഗി ഇനി അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നു. രാഗി അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിൽ കരുതുക കേട്ടോ ചെയ്യുന്ന രാജീവൻ. അപ്പോഴേക്കും രാഗി ചായയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുക കേട്ടോ ചെയ്യുന്നത്. വളരെ സന്തോഷത്തിലാണ് രാഗി വരുന്നത്. പക്ഷേ ഇതൊക്കെ രാഗിയുടെ ഒരു അഭിനയമാണ് കേട്ടോ. രാഗി ഉള്ളിൽ മരിച്ചു പോകുന്നൊരു തോന്നലുണ്ട്. അതിനു മുമ്പ് തൻ്റെ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം. അതുപോലെ തന്നെ രാജീവനെയും കുട്ടികളെയും ശാരികയെ ഏൽപ്പിക്കണം. രാജീവന് ശാരികയോട് ഇഷ്ടമുണ്ട്, രാജീവൻ്റെ കുഞ്ഞാണ് വയറ്റിൽ വളരുന്നതെന്നൊക്കെ തന്നെയാണ് രാഗി ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ രാഗി ഇപ്പോൾ ഒരു പച്ചക്കള്ളം പറയും കേട്ടോ രാജീവൻ്റെ അടുക്കൽ. രാജീവൻ പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷേ നീ എനിക്ക് തിരികെ കിട്ടിയപ്പോഴത്തേക്കും നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചത്. നീ എന്തിനാണ് പെട്ടെന്ന് നിൻ്റെ മനസ്സ് മാറി എന്നോട് സ്നേഹം കാണിച്ചത്? അതിന് മനസ്സ് മാറാനും മാത്രം എന്താണ് ഉണ്ടായത്? ഞാനും ശാരികയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ നീ വിശ്വസിച്ചിരുന്നത്? അത് മാറാൻ എന്താണ് കാരണമെന്ന് രാഗിയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന രാഗി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇനി എന്ത് പറയുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ രാഗി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ഒരു കള്ളം തന്നെയാണ് കേട്ടോ പറയുന്നത്. അത് പിന്നെ എനിക്ക് മനസ്സിലായി, ശാരിയുമായിട്ട് രാജീവേട്ടന് ഒരു ബന്ധവുമില്ല എന്ന്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതിന് മനസ്സിലാവാനായിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് രാജീവൻ വീണ്ടും ചോദിക്കുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലായി രാജീവേട്ട, കാരണം ശ്രീജ ഇവിടെ വന്നിരുന്നല്ലോ. രാജീവേട്ടനെ എന്നെ അകറ്റിയിട്ട് രാജീവേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീജ ശ്രമിച്ചത്. അപ്പോൾ രാജീവേട്ടൻ ഒരിക്കൽ പോലും അവളോട് സ്നേഹത്തോടെ സംസാരിക്കുകയോ ആ രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള രാജീവേട്ടൻ ഒരു വാശിക്ക് പോലും അവളെ ചേർത്ത് പിടിച്ചിട്ടില്ല. അങ്ങനെ അത്രയ്ക്ക് നല്ല ശുദ്ധിയുള്ള മനസ്സാണ് രാജീവേട്ടനെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ അമ്മ പറയുകയും ചെയ്തു, ഒരിക്കലും രാജീവേട്ടൻ മറ്റൊരു പെണ്ണിൻ്റെ സുഖം തേടി പോകില്ല എന്ന്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്തപ്പോൾ എനിക്ക് തോന്നി രാജീവേട്ടനും ശാരികയും തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന്. ശാരിക എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു രാജീവേട്ടനും ശാരിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും, അവിടെ വയറ്റിൽ വളരുന്നത് ശാരിജീവേട്ടൻ്റെ കുഞ്ഞല്ല എന്നും. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും രാജീവേട്ടൻ അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ രാജീവേട്ടനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയും. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് രാഗി ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ രാജീവൻ്റെ മനസ്സിൽ എന്നാലും സംശയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ രാജീവൻ ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് നീ ശാരികയെ പറ്റി അന്വേഷിക്കുന്നത്? എന്തിനാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ശാരികയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ രാഗി വീണ്ടും ഞെട്ടുക കേട്ടോ ചെയ്യുന്നത്. ഇതെങ്ങനെ രാജീവേട്ടൻ അറിഞ്ഞു എന്നുള്ള രീതിയിൽ. ഇതെങ്ങനെ അറിഞ്ഞു എന്നൊന്നും നീ ചിന്തിക്കേണ്ട, കാരണം നീ നിൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും രാഗി അവിടെ ഒരു കള്ളം പറയാട്ടോ ചെയ്യുന്നത്. എനിക്ക് ശാരികയെ കണ്ടെത്തണമെന്ന് ഞാൻ രാജീവേട്ടനോട് നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് അവളെ കണ്ടെത്തണം, എല്ലാ തെറ്റുകൾക്കും അവളോട് മാപ്പ് പറയണം. ഞാൻ കാരണമാണ് ഇപ്പോൾ അവൾ ഒളിവിൽ താമസിക്കുന്നത്. അങ്ങനൊരവസ്ഥ അവൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഈ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്നും കൂടെ ഒരു ഡയലോഗ് രാഗി പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്, ശാരികയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം, രാജീവിൻ്റെ ഭാര്യയാക്കണം, ഞാൻ എന്തായാലും മരിച്ചു പോകും, എൻ്റെ കുട്ടികൾക്ക് അമ്മയായിട്ട് അവൾ തന്നെ നിൽക്കണം, അവളെപ്പോലെ നോക്കാനായിട്ട് വേറെ ആർക്കും സാധിക്കത്തില്ല എന്നൊക്കെ രാഗി മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ രാജീവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ കുറച്ച് നാൾ ജീവിച്ചിട്ട് മരിക്കുമ്പോഴത്തേക്കും അവർക്ക് കൂട്ടായിട്ട് ശാരികയെ കൊണ്ട് നിർത്തുക, ഇതാണ് രാഗിയുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് തെറ്റിദ്ധാരണകൾ മാറിയെന്നും ഞാൻ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നും ഒക്കെ രാഗി ഒരു കള്ളം പറയുക കേട്ടോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ രാഗിയുടെ ഒരു ചതി തന്നെയാണെന്ന് പറയേണ്ടി വരും കേട്ടോ. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് രാഗി ചെയ്യുന്നതാണ്. എന്തായാലും ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.